വയനാട് പുനരധിവാസത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. ടൗൺഷിപ്പിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ഉചിതമായ നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹാരിസൺ മലയാളത്തിന്റെ 65.41 ഹെക്ടർ ഭൂമിയും എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 78 ഹെക്ടർ ഭൂമിയുമാണ് ഏറ്റെടുക്കുന്നത്. കോടതി വിധി സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. ദുരന്ത നിവാരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചൂരൽമലയിലെ ജനങ്ങളുടെ മനസ്സറിയുന്നൊരു കോടതി വിധിയാണ്. കോടതി വിധി വന്നാൽ ഈ രണ്ട് എസ്റ്റേറ്റുകളിലും നടപ്പിലാക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകം സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു. അവിടെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക നിശ്ചയിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ വേഗതയിലാക്കാൻ വേണ്ടി എൽസ്റ്റോണിലെ ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള കേസും ലാൻഡ് ഇതനുസരിച്ചിട്ടുള്ള കേസും കോടതി വിധി വരുന്ന മുറയ്ക്ക് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റതല്ല കേസ്. അപ്പോൾ അതുകൊണ്ട് ലാൻഡ് റിസംപ്ഷൻ പ്രകാരമുള്ള കേസാണ്. സിവിൽ സ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട തീരുമാനം അത് വരുമ്പോൾ എടുക്കാം. ഇപ്പോൾ പ്രയാസപ്പെടാനൊന്നുമില്ല എന്ന് മാത്രമല്ല, ആശങ്ക നീങ്ങി. ആകാശത്ത് ആളുകൾ കണ്ടിരുന്ന കാർമേഘങ്ങളും പോയി. കോടതി വിധി എതിരായി വന്നാൽ എന്ത് ബി പ്ലാൻ എന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ലാത്ത വിധം പ്ലാൻ എയിൽ തന്നെ നിൽക്കാനുള്ള അവസരം കിട്ടി. സന്തോഷം. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, മന്ത്രി പങ്കുവച്ച സന്തോഷം അത് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്കും ഉണ്ടാകും. കാരണം അവർക്ക് ഒരു വീട് കിട്ടുമെന്നുള്ളത് ഉറപ്പിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയല്ലേ? മന്ത്രി പറഞ്ഞതുപോലെ തന്നെയാണ് പ്ലാൻ എ പ്രകാരം തന്നെ സർക്കാരിന് മുന്നോട്ട് പോകാം. അതായത് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിത മേഖലയിലുള്ളവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയാണ് സർക്കാർ വൈത്തിരി താലൂക്കിൽ 143 ഹെക്ടറിലധികം ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ഇതിനെതിരെയാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡും അതോടൊപ്പം തന്നെ എൽസ്റ്റോൺ ടി എസ്റ്റേറ്റ് ഉടമകളും ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഭൂമി ഏറ്റെടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. സർക്കാരിന് ഈ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകാം. ഇതിൽ 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം ഇവർക്ക് നൽകണം. ഈ നഷ്ടപരിഹാരം നൽകിയ ശേഷം മാത്രമേ ഭൂമി എടുക്കാവൂ എന്നും ഹൈക്കോടതി പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ നഷ്ടപരിഹാര തുകയിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടെങ്കിൽ ഈ എസ്റ്റേറ്റ് ഉടമകൾക്ക് വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ചില കേസുകൾ നിലവിലുണ്ട്. ആ കേസുകൾ തീർപ്പാക്കിയാൽ സ്വാഭാവികമായും ഒരുപക്ഷെ ഈ ഭൂമി ഈ ഉടമകളുടേതല്ല എന്ന് തെളിയുകയാണെങ്കിൽ സർക്കാർ നൽകിയ നഷ്ടപരിഹാര തുക തിരിച്ചു വാങ്ങാനുള്ള കരാറും സർക്കാർ രൂപീകരിക്കണം എന്നും ഹൈക്കോടതി പറയുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു.